ഒരു ജനവിധി അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്? പ്രത്യേകിച്ച് ഓരോ വോട്ടും നിർണായകമാവുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നൊരു മണ്ഡലത്തിൽ. ഇന്ന് നമ്മൾ അങ്ങനെയൊരു കഥയുടെ ചുരുളഴിക്കാൻ പോവുകയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നത് കുണ്ടറയിലേക്കാണ്. ഒരു ജനവിധിയുടെ ശരീരഘടന നമുക്ക് കീറിമുറിച്ചു പരിശോധിക്കാം. 2.9%. ഇതൊരു വെറും കണക്കല്ല. 2021 കുണ്ടറ എന്ന നിയമസഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിച്ച സംഖ്യയാണത്. ശരിക്കും പറഞ്ഞാൽ ജയവും തോൽവിയും തമ്മിലുള്ള ഒരു നേർത്ത വര. ഇത്ര ചെറിയൊരു വ്യത്യാസം എങ്ങനെയാണ് ഒരു വലിയ ജനവിധിയായി മാറുന്നത്? ഓരോ വോട്ടിനും എന്തുമാത്രം വിലയുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഖ്യയാണിത്. കണക്കുകളിലേക്ക് വന്നാൽ ചിത്രം കൂടുതൽ വ്യക്തമാകും. നോക്കൂ, UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന് കിട്ടിയത് 48.85% വോട്ടുകൾ. തൊട്ടടുത്ത് LDF സ്ഥാനാർത്ഥി J മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് 45.96% വോട്ടുകളും. കണ്ടില്ലേ എത്ര കടുത്ത മത്സരമായിരുന്നു എന്ന്? ഇത് സൂചിപ്പിക്കുന്നതെന്താണെന്ന് വെച്ചാൽ പരമ്പരാഗതമായി ഉറച്ച വോട്ട് ബാങ്കുകളിൽ പോലും ഇളക്കം തട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിന്റെ കാറ്റ് മാറി വീശുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: ഇത്രയും ചെറിയൊരു മാർജിനില് ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വിജയിക്കുന്നത്? ഇത് വെറും ഭാഗ്യം കൊണ്ടാണോ? അതോ ഇതിന് പിന്നിൽ വളരെ ആഴത്തിലുള്ള ചില കാരണങ്ങളുണ്ടോ? ജനങ്ങളുടെ വികാരങ്ങൾ, കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ, അങ്ങനെ പലതും. നമുക്കിതിന്റെ അടിത്തട്ടിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഏതൊരു രാഷ്ട്രീയ വിശകലനത്തിന്റെയും തുടക്കം ജനങ്ങളിൽ നിന്നായിരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം കുണ്ടറയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. കാരണം ഒരു ജനവിധിയുടെ വിത്തുകൾ പാകുന്നത് അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള ആശങ്കകളിലും ആവശ്യങ്ങളിലുമാണ്. ഇതൊന്ന് കേട്ടുനോക്കൂ. പണമടച്ച് കണക്ഷൻ എടുത്തിട്ടുണ്ട്, പക്ഷേ പൈപ്പിൽ ഒരു തുള്ളി വെള്ളം വരാറില്ല. ഇത് കുണ്ടറയിലെ ഒരു വോട്ടർ വേദനയോടെ പറയുന്നതാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ആ നാട് മുഴുവൻ അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയാണ്. അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥ. ഇതിലും വലിയൊരു പ്രശ്നം വേറെയുണ്ടോ? അതെ, കുടിവെള്ളം ഒരു തുടക്കം മാത്രമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സാധാരണ ദിവസത്തെക്കുറിച്ച്. രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനായി പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ വൈദ്യുതിയുണ്ടാകില്ല, തെരുവു വിളക്കുകൾ കത്തുന്നുണ്ടാവില്ല. ചെറിയൊരു മഴ പെയ്താൽ മതി, ഓടകൾ നിറഞ്ഞു മുറ്റത്തും പറമ്പിലും വെള്ളം കെട്ടിനിൽക്കും. റേഷൻ കടയിൽ ചെന്നാലോ സാധനങ്ങൾക്കു വേണ്ടി കാത്തുനിൽക്കേണ്ട അവസ്ഥ. ഇങ്ങനെ നോക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പരാതികൾ കുണ്ടറയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. ഈ കാണുന്ന പ്രശ്നങ്ങൾക്കപ്പുറം ഓരോ വീടിന്റെയും ഉള്ളില് ആളുകളെ അലട്ടുന്ന മറ്റൊരു വലിയ കാര്യമുണ്ടായിരുന്നു. അത് സാമ്പത്തികമായ ഉത്കണ്ഠകളാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ കാണാൻ കഴിയില്ല, പക്ഷേ ഓരോ കുടുംബത്തെയും ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. ഈ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ പല രൂപത്തിലാണ് വന്നത്. ഒന്ന്, യുവാക്കൾക്ക് നാട്ടിൽ തന്നെ ഒരു നല്ല ജോലി കണ്ടെത്താൻ കഴിയുന്നില്ല. 2, സാധനങ്ങളുടെ വില ദിവസം കൂടുന്തോറും കൂടുന്നു, ജീവിതച്ചെലവ് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഒരുപാട് പ്രതീക്ഷകളോടെ ഗൾഫിൽ പോയി ജോലി നഷ്ടപ്പെട്ട് തിരിച്ചുവന്ന പ്രവാസികളുടെ അവസ്ഥ. അവരുടെ ഭാവിയെക്കുറിച്ച് വലിയ അനിശ്ചിതത്വമാണ്. പോരാത്തതിന് കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിളകൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. ഇതെല്ലാം കൂടിച്ചേർന്നപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും മാറ്റത്തിനുള്ള ആഗ്രഹവും ഉണ്ടായി. അപ്പോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെയാണ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്. ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒന്നാണ്. കുടിവെള്ളം, റോഡ്, തൊഴിൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് കേവലം പരാതികളല്ല, അത് തങ്ങളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ്. ഇനി അടുത്ത ഘട്ടം ഇവിടുത്തെ വോട്ടർമാരെ മനസ്സിലാക്കുക എന്നതാണ്. കുണ്ടറയുടെ സാമൂഹിക ഘടന വളരെ സങ്കീർണമാണ്. ഈ കണക്കുകളും ബന്ധങ്ങളും മനസ്സിലാക്കാതെ ഇവിടത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ നമുക്ക് പൂർണ്ണമായി പിടികിട്ടില്ല. ഒറ്റനോട്ടത്തിൽ കുണ്ടറയിലെ മതപരമായ കണക്കുകൾ ഇങ്ങനെയാണ്. ഏകദേശം 63% ഹിന്ദുക്കൾ, 18% ക്രിസ്ത്യാനികൾ, പിന്നെ 18% മുസ്ലിംകളും. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകൾ വളരെ പ്രധാനമാണ്. കാരണം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് മുതൽ പ്രചാരണ തന്ത്രങ്ങൾ മെനയുന്നതുവരെ ഈ സാമൂഹിക സന്തുലിതാവസ്ഥ അവർക്ക് കണക്കിലെടുക്കേണ്ടിവരും. പക്ഷേ ഈ കണക്കുകൾ മാത്രം നോക്കിയാൽ ചിത്രം പൂർണ്ണമാവില്ല. കാരണം ഓരോ മതവിഭാഗത്തിനുള്ളിലും പല ഉൾപ്പിരിവുകളുണ്ട്. ഉദാഹരണത്തിന് ഹിന്ദു സമുദായത്തിൽ ഈഴവ, നായർ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ ലത്തീൻ, സിറിയൻ വിഭാഗങ്ങൾക്കും അവരുടേതായ സ്ഥാനമുണ്ട്. ഇതിനെല്ലാം പുറമെ ജനസംഖ്യയുടെ ഏകദേശം 13.5% വരുന്ന പട്ടികജാതി വോട്ടർമാരുമുണ്ട്.
നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമുദായങ്ങളൊന്നും ഒറ്റക്കെട്ടായി ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാറില്ല. ഓരോ വിഭാഗത്തിനും അവരുടേതായ താൽപ്പര്യങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ഉണ്ടാകും. ഇനി നമുക്ക് ജയിച്ച സ്ഥാനാർത്ഥിയായ പി.സി. വിഷ്ണുനാഥിനെയാണ് നോക്കാം. രാഷ്ട്രീയ വിശകലനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില അളവുകോലുകൾ വെച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ജയിക്കാനുള്ള സാധ്യത ഇടത്തരം എന്ന് പറയാം. പലരും അദ്ദേഹത്തെ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളയാളായി കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ ഇത് പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ നല്ലതാണെങ്കിലും മണ്ഡലത്തിലെ പ്രാദേശികവാദം ശക്തമാകുമ്പോൾ ഇതൊരു വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട്. അപ്പോ ഇങ്ങനെയൊരു സാഹചര്യത്തില്, അതായത് ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാമൂഹിക ഘടന വളരെ സങ്കീർണമാണ്, ഇതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് നേരിടുക? ഇവിടെയാണ് നമ്മൾ ചതുർമുഖ സിദ്ധാന്തം എന്നൊരു ആശയത്തെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ കൗതുകം തോന്നാം, പക്ഷെ വളരെ ഫലപ്രദമായൊരു തന്ത്രമാണിത്. എന്താണ് ഈ ചതുർമുഖ സിദ്ധാന്തം? വളരെ ലളിതമാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് 4 മുഖങ്ങൾ നൽകുക. ഒരേ സമയം 4 വ്യത്യസ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയുക. 1. എതിരാളികളെ ശക്തമായി വിമർശിക്കുക. 2. ഞങ്ങൾ വന്നാൽ സ്ഥിരതയുള്ള ഭരണം നൽകുമെന്ന് ഉറപ്പു നൽകുക. 3. നാടിന് പുതിയ പ്രതീക്ഷ നൽകുന്ന പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുക. 4. സമൂഹത്തിലെ ദുർബലരായ വിഭാഗങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം നൽകുമെന്ന് വാക്കുകൊടുക്കുക. ഇങ്ങനെ 4 വശങ്ങളിലൂടെയും വോട്ടർമാരെ സമീപിക്കുന്ന രീതി. ഈ തന്ത്രത്തിന്റെ 4 മുഖങ്ങളെ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം. ആദ്യത്തേത് ശിവന്റെ മുഖം, അതായത് സംഹാരത്തിന്റെ ഭാവം. എതിരാളിയുടെ വീഴ്ചകളെയും ഭരണപരാജയങ്ങളെയും, ഉദാഹരണത്തിന് ഈ കുടിവെള്ള പ്രശ്നം പോലെയുള്ളവ, ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടി ശക്തമായി ആക്രമിക്കുക. രണ്ടാമത്തേത് വിഷ്ണുവിന്റെ മുഖം, അതായത് സ്ഥിരതയുടെയും പരിപാലനത്തിന്റെയും ഭാവം. നിലവിലുള്ള നല്ല കാര്യങ്ങൾ തുടരുമെന്നും ക്ഷേമപദ്ധതികൾ മുടങ്ങില്ലെന്നും ഉറപ്പു നൽകുക. മൂന്നാമത്തേത് ബ്രഹ്മാവിന്റെ മുഖം, സൃഷ്ടിയുടെ ഭാവം. ഈ മണ്ഡലത്തിനു വേണ്ടി മാത്രമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളിലൊരു പുതിയ പ്രതീക്ഷയുണ്ടാക്കുക. നാലാമത്തേത് ദുർഗയുടെ മുഖം, സംരക്ഷണത്തിന്റെ ഭാവം. കർഷകർ, പ്രവാസികൾ തുടങ്ങിയ ആശങ്കയോടെ ജീവിക്കുന്നവർക്ക് ഞങ്ങളൊരു രക്ഷാകവചമായി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുക. ഈ തന്ത്രത്തിന്റെ ഏറ്റവും വലിയ മെച്ചമെന്താണെന്ന് വെച്ചാൽ, ഇത് ഒരേ സമയം പലതരം വോട്ടർമാരുമായി സംവദിക്കാൻ സഹായിക്കും. തൊഴിൽ രഹിതരായ യുവാക്കളോട് സംസാരിക്കുമ്പോൾ തന്നെ പ്രതിസന്ധിയിലായ കർഷകരോടും സംസാരിക്കാൻ കഴിയും. പ്രവാസികളുടെ ആശങ്കകൾ കേൾക്കുമ്പോൾ തന്നെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും സംസാരിക്കാൻ സാധിക്കും. അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരേ സമയം കയ്യിലെടുക്കാൻ ഇത് സഹായിക്കുന്നു. ശരി, അപ്പൊ നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടു, സാമൂഹിക ഘടന മനസ്സിലാക്കി, രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഇതെല്ലാം എന്തിനായിരുന്നു? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് കുണ്ടറയിലെ ആ ചെറിയ വിജയത്തിൽ ഒത്തുചേർന്നത്? നമുക്ക് ആ ചിത്രം ഒന്ന് പൂർത്തിയാക്കാം. കുണ്ടറയിലെ ആ 2.9% വിജയമാർജിൻ അതൊരു ലോട്ടറി അടിച്ചതുപോലെ സംഭവിച്ചതല്ല. അതൊരിക്കലും ഒരു യാദൃശ്ചികതയായിരുന്നില്ല. മറിച്ച് നമ്മൾ ഇതുവരെ സംസാരിച്ച പല ഘടകങ്ങളും ഒരു പ്രത്യേക രീതിയിൽ ഒരുമിച്ചു വന്നതുകൊണ്ട് സംഭവിച്ചതാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, സാമൂഹിക സമവാക്യങ്ങൾ, കൃത്യമായ തന്ത്രങ്ങൾ, ഇതെല്ലാം ചേർന്നൊരുക്കിയ ഒരു വിജയമായിരുന്നു അത്. ഇവിടെയാണ് ഡേറ്റയുടെയും വിവരങ്ങളുടെയും പ്രാധാന്യം വരുന്നത്. പൗരന്മാരുടെ സ്വകാര്യതയെ മാനിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ ഡേറ്റാ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ അനുസരിച്ച് ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ അവരുടെ അനുവാദത്തോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തന്ത്രങ്ങൾ മെനയുമ്പോൾ ഈ ഉത്തരവാദിത്തം മറക്കാൻ പാടില്ല. അപ്പോൾ ഒരു ജനവിധി നേടാനുള്ള ബ്ലൂ പ്രിന്റ് എന്താണ്? കുണ്ട്ര നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. 1. വിജയം നിർണയിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിലാണ്. 2. മണ്ഡലത്തിലെ സാമൂഹിക ഘടനയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക. 3. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു തന്ത്രം ആവശ്യമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം. നല്ല ഭരണം നൽകി ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുക എന്നതാണ് യഥാർത്ഥ വിജയം. ഇത് കുണ്ടറയുടെ കഥ, ഒരു മണ്ഡലത്തിന്റെ മാത്രം കഥ. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മണ്ഡലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ബ്ലൂ പ്രിന്റ് എന്താണ്? എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലെ പ്രധാന പ്രശ്നങ്ങൾ? അവിടുത്തെ സാമൂഹിക ഘടന എങ്ങനെയാണ്? കുണ്ടറയിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ വെച്ച് സ്വന്തം നാടിനെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിക്കൂ. ഒരുപക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് പുതിയ ചില ഉൾക്കാഴ്ചകൾ ലഭിച്ചേക്കാം. നിങ്ങൾക്ക് ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 08042041602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.